എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന് വേണ്ടി മാത്തമാറ്റിക്സിന്റെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. അതായത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആയിരുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. എന്താണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് നോക്കാം. സോ ആദ്യമേ തന്നെ പെർമ്യൂട്ടേഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് പഠിക്കാനുള്ള ഒരു സംഗതിയുണ്ട്. ദാറ്റ് ഈസ് ദ റൂൾ ഓഫ് പ്രോഡക്റ്റ്. റൂൾ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് നമുക്ക് പറയാം. എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, അല്ലെങ്കിൽ എന്താണ് ദ റൂൾ ഓഫ് പ്രോഡക്റ്റ്. എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അഥവാ ദ റൂൾ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നോക്കണേ. സോ ഇപ്പൊ നമുക്ക് 2-3 സ്ഥലങ്ങൾ എടുക്കാം. ഓക്കെ, ഇപ്പോ പത്തനംതിട്ട ഞാൻ പി ആയിട്ട് എടുക്കാം. ഓക്കെ, ചങ്ങനാശ്ശേരി ഞാൻ സി ആയിട്ട് എടുക്കാം. ഓക്കെ, തിരുവല്ല ഞാൻ ടി ആയിട്ട് എടുക്കും. പത്തനംതിട്ട, ചങ്ങനാശ്ശേരി, തിരുവല്ല, മൂന്നും പരിചയമുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള 3 സ്ഥലങ്ങളാണ്. പത്തനംതിട്ട, ചങ്ങനാശ്ശേരി, തിരുവല്ല. ഓക്കെ, പത്തനംതിട്ടയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വരാൻ എന്റെ കയ്യിൽ 2 വഴികളുണ്ട് എന്ന് വിചാരിക്കാം. 2 വഴികൾ. ഓക്കെ, ഇനി ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ലയിലേക്ക് വരാൻ എന്റെ കയ്യിൽ 3 വഴികളുണ്ട് എന്ന് വിചാരിക്കാം. ഒരു വഴി, രണ്ടാമത്തെ വഴി, മൂന്നാമത്തെ വഴി. പത്തനംതിട്ടയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് എത്താൻ എന്റെ കയ്യിൽ 2 വഴികളുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ലയിലേക്ക് എത്താൻ എന്റെ കയ്യിൽ 3 വഴികളുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ 2 വഴികളുണ്ട്. ഇവിടെ നമുക്ക് ടോട്ടൽ 3 വഴികളുണ്ട്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ലയിലേക്ക് എത്താൻ എത്ര വഴികളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുന്നു. നമ്മൾ നോർമലി 1, 2, ആദ്യമേ പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ലയിലേക്കാണ്. പത്തനംതിട്ടയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലെത്തി, ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ലയിലേക്ക്. അപ്പൊ ഒരു വഴിയായി. എഗെയിൻ അതേ വഴിയിലൂടെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലെത്തി, ഈ വഴിയിലൂടെ തിരുവല്ലയിലേക്ക് എത്തി. ഓക്കെ, അതേ വഴിയിലൂടെ പത്തനംതിട്ടയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലെത്തി, ഈ മൂന്നാമത്തെ വഴിയിലൂടെ തിരുവല്ലയിലെത്തി. അപ്പൊ 3 വഴിയായല്ലോ, ശരിയല്ലേ? ഇനി ഈ രണ്ടാമത്തെ വഴിയിലൂടെ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് എത്തി, എന്നിട്ട് ഈ വഴിയിലൂടെ തിരുവല്ലയിലേക്ക് എത്തുന്നു. അപ്പം 3 1 4ആയി. എഗെയിൻ രണ്ടാമത്തെ വഴിയിലൂടെ പത്തനംതിട്ടയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലെത്തി, ഇതിലൂടെ തിരുവല്ലയിൽ എത്തുന്നു. അപ്പൊ 4 1 5. എഗെയിൻ പത്തനംതിട്ടയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലെത്തി, ഇതിലൂടെ തിരുവല്ലയിലേക്ക് എത്തും. അപ്പൊ 6 വഴികളായി. ഇപ്പൊ ടോട്ടൽ എത്ര വഴികളായി? പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ലയിലേക്ക് പോകാൻ മൊത്തത്തിൽ എന്റെ കയ്യിൽ 6 വഴികളുണ്ട്. ആ 6 വഴികൾ അത് നമ്മളിപ്പോ എണ്ണിയെടുത്തതാണ്. എണ്ണാതെ പറയാം നമുക്ക്. എന്താണ്? ഈ 2 ഗുണം 3 എടുത്താൽ മതി. ഓക്കെ, 2 into 3 6 ways ഉണ്ടായിരിക്കും ഇവിടേക്ക് വരാൻ. ഇതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, അല്ലെങ്കിൽ എന്താണ് ദ റൂൾ ഓഫ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് വരാൻ നമ്മുടെ കയ്യിൽ m നമ്പർ ഓഫ് വേസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ബിയിൽ നിന്ന് സിയിലേക്ക് വരാൻ എന്റെ കയ്യിൽ n നമ്പർ ഓഫ് വേസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് വരാൻ എന്റെ കയ്യിൽ mn വേസ് ഉണ്ടായിരിക്കും. m into n വേസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കോളൂ. എന്താണ് ദ റൂൾ ഓഫ് പ്രോഡക്റ്റ്? റൂൾ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഇഫ് എ പ്രൊസീജിയർ ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജസ്. ഒരു പ്രൊസീജിയറിനെ നമ്മൾ ബ്രോക്കൺ ഡൗൺ ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, അങ്ങനെ ബ്രോക്കൺ ഡൗൺ ചെയ്യാണ്. ആൻഡ് ഇഫ് ദർ ആർ m പോസിബിൾ ഔട്ട്കംസ് ഫോർ ദ ഫസ്റ്റ് സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജിന് m പോസിബിൾ ഔട്ട്കംസും, ആൻഡ് if for each of these outcomes there are m possible outcomesൽ നിന്ന് there are n possible outcomes for the second stage, രണ്ടാമത്തെ സ്റ്റേജിലേക്ക് n possible outcomes ഉണ്ടെങ്കിൽ then the total procedure can be carried out.
the designated order in mn ways. The total procedure can be carried out in the designated order in എത്ര ways ആണ് mn ways. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയ കാര്യം. ഐഡിയ കിട്ടിയോ? യെസ്. ഇത് നമ്മളൊരു ബോക്സ് ഒക്കെ വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പഠിച്ചാൽ മതി. നിങ്ങൾ നോക്കടാ, ഇതിന്റെ ഐഡിയ വെച്ചിട്ടുള്ള സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, ഒന്നാമത്തെ ചോദ്യം. How many 3-digit numbers can be formed from the digits 1, 2, 3, 4 and 5, assuming that first one, repetition of the digits is allowed? നോക്കാം. ഓക്കെ, എനിക്ക് ഫോം ചെയ്യേണ്ടത് എന്താണ്? 3-digit നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 3 ബോക്സ് വരയ്ക്കാം. ഓക്കെ, ഓരോ ബോക്സും ഫില്ല് ചെയ്യാൻ എത്ര വഴികളുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. എന്റെ കയ്യിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? എന്റെ കയ്യിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5 നമ്പേഴ്സ് ഉണ്ട് എന്റെ കയ്യിൽ. 5 നമ്പേഴ്സ് ഉണ്ട്. റെപ്പറ്റീഷൻ ഓഫ് ദ ഡിജിറ്റ്സ് അലൗഡ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം എടുത്ത്, അതായത് ഈ 5 ഡിജിറ്റിൽ ഏത് ഡിജിറ്റ് വേണമെങ്കിലും എനിക്ക് ഈ ബോക്സിൽ കൊടുക്കാം. അവിടെ കൊടുത്ത ഡിജിറ്റ് വേണമെങ്കിൽ എനിക്ക് ഇപ്പുറത്തെ ബോക്സിലും കൊടുക്കാം. അവിടെ കൊടുത്ത ഡിജിറ്റ് വേണമെങ്കിൽ എനിക്ക് ഇപ്പുറത്തെ ബോക്സിലും കൊടുക്കാം. കാരണം റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അലൗഡ് ആണ്. അപ്പൊ 5 ഡിജിറ്റിൽ ഏത് വേണമെങ്കിലും എനിക്ക് ഒറ്റയുടെ സ്ഥാനത്ത് കൊടുക്കാം. ഇത് 3-digit നമ്പർ എന്ന് പറയുമ്പോൾ ഒറ്റയുടെ സ്ഥാനം, 10ന്റെ സ്ഥാനം, 100ന്റെ സ്ഥാനം, അങ്ങനെയാണല്ലോ. 1's place, 10's place, 100's place. ഇപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് എനിക്ക് ഏത് സംഖ്യ വേണമെങ്കിലും കൊടുക്കാം. ഈ 5 സംഖ്യകളിലെ ഏത് സംഖ്യ വേണമെങ്കിലും ഞാൻ അവിടെ സ്വീകരിച്ചു. അതേപോലെ 10ന്റെ സ്ഥാനത്തും അത് സ്വീകരിച്ചു, 100ന്റെ സ്ഥാനത്തും സ്വീകരിച്ചു. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എത്ര വഴികളുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? MNC വേസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ M×N×C വേസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടാവും. അതാണ് നമ്മൾ റൂൾ ഓഫ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്കെ, ആദ്യമേ M വേസ് ഫോളോഡ് ബൈ N വേസ് ആണെങ്കിൽ ടോട്ടൽ MN വേസ് ആയിരിക്കും. അതേപോലെ 5×5×5 എടുത്താൽ നമുക്ക് മൊത്തത്തിൽ എത്ര വഴികളുണ്ട്, എത്ര വേസ് ഉണ്ട് എന്ന് ഉത്തരം കിട്ടും. അതായത് 5ന്റെ ക്യൂബ് 125 വരും ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്. ഇപ്പൊ എന്താണ് ഓപ്ഷൻ ബി 125 ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി റെപ്പറ്റീഷൻ ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് നോട്ട് അലൗഡ്. റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ്. അവിടെ ശ്രദ്ധിക്കണം, എനിക്ക് ഫോം ചെയ്യേണ്ടത് എന്താണ്? 3-digit നമ്പർ ആണ് എനിക്ക് ഫോം ചെയ്യേണ്ടത്. ഡിജിറ്റുകൾ എന്താവാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്ത് വരാനായിട്ട് പാടില്ല. അപ്പൊ ഞാൻ ഈ 5 ഡിജിറ്റിലെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. അവിടെ ഞാൻ ചൂസ് ചെയ്ത ഡിജിറ്റ് എനിക്ക് ഇപ്പുറത്ത് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബാക്കി നിൽക്കുന്ന 4 ഡിജിറ്റുകളിലെ ഒരെണ്ണമേ എനിക്ക് ഇവിടെ പറ്റുള്ളൂ. അപ്പൊ രണ്ടിടത്ത് നമ്മൾ ഡിജിറ്റുകൾ ചൂസ് ചെയ്തു. അപ്പൊ 4 എന്താണ്? മൊത്തം 5 ഡിജിറ്റിൽ 2 എണ്ണം ചൂസ് ചെയ്തു. ബാക്കി നിൽക്കുന്ന 3 എണ്ണത്തിൽ ഒരെണ്ണമേ എനിക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഒരു പ്രാവശ്യം ചൂസ് ചെയ്ത സാധനം വീണ്ടും ആവർത്തിച്ച് വരരുത്, റിപ്പീറ്റ് ചെയ്ത് വരരുത് എന്ന് അവിടുന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്താണ് വരിക? 3×4×5 ആണ് നമുക്ക് കിട്ടുക. സോ 3×4 12 × 5, ആൻസർ നമുക്ക് 60 കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി 60 ഇസ് ദ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നോളൂ. ഹൗ മെനി 3-digit? അപ്പൊ എനിക്ക് ഫോം ചെയ്യേണ്ടത് 3-digit നമ്പർ ആണ്. അപ്പോഴേ ഞാൻ എന്ത് ചെയ്തു? 3 ബോക്സ് വരച്ചു. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, 3-digit ഈവൻ നമ്പേഴ്സ് ആണ് എനിക്ക് ഫോം ചെയ്യേണ്ടത്. ഈവൻ നമ്പർ. ഓക്കെ, നമുക്കറിയാം ഈവൻ നമ്പർ അവസാനിക്കുന്നത് ഒരു ഇരട്ട സംഖ്യയിലാണ്, ഒരു ഈവൻ നമ്പറിൽ തന്നെ ആയിരിക്കും. ശരിയാണല്ലോ? ഫോംഡ് ഫ്രം ദ ഡിജിറ്റ്സ് 1, 2, 3, 4, 5, 6 ആൻഡ് ഇഫ് ദ ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഡിജിറ്റുകൾ ആവർത്തിച്ചു വരുന്നതിന് പ്രശ്നമില്ല. ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ അത് അവസാനിക്കുന്നത് 2-ലോ 4-ലോ 6-ലോ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 3 സംഖ്യകളിലെ ഏതെങ്കിലും ഒരെണ്ണമേ എനിക്ക് ഒറ്റയുടെ സ്ഥാനത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? അത് അവസാനിക്കുന്നത് ഒരു ഈവൻ നമ്പറിലായിരിക്കണം. അപ്പൊ 2-ലോ 4-ലോ 6-ലോ ആയിരിക്കണം അവസാനിക്കുന്നത്.
അപ്പൊ ആ 3 സംഖ്യകളിലെ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ കൊടുക്കാം. ഇനി റെപ്പിറ്റീഷൻ അലൗഡ് ആയതുകൊണ്ട് തന്നെ മൊത്തം നമ്മുടെ കയ്യിൽ എത്ര സംഖ്യയുണ്ട്? 1, 2, 3, 4, 5, 6 നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ 6 നമ്പറിൽ ഏത് നമ്പർ വേണമെങ്കിലും ഇവിടെയും കൊടുക്കാം. ആ 6 നമ്പറിലെ ഏത് നമ്പർ വേണമെങ്കിലും ഇവിടെയും കൊടുക്കാം. 10ന്റെ സ്ഥാനത്തും 100ന്റെ സ്ഥാനത്തും ഒക്കെ കൊടുക്കാം. അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 into 6 into 3 3 ഡിജിറ്റ് നമ്പേഴ്സ്. എങ്ങനെയുള്ള നമ്പേഴ്സ്? 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് എനിക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ശരിയല്ലേ? സോ 6 6 36 ഗുണം 3 3 6 18 8 ശിഷ്ടം 1 3 3 9 1 10 108 വരും ആൻസർ. ഓപ്ഷൻ ബി 108 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് പ്രശ്നമില്ലാത്ത പക്ഷം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഹൗ മെനി 4 ലെറ്റർ കോഡ്സ്? എത്ര 4 ലെറ്റർ കോഡ്സ് ഉണ്ടാക്കാം? ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഫസ്റ്റ് 10 ലെറ്റേഴ്സ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ആദ്യത്തെ 10 ലെറ്റേഴ്സ് നമ്മുടെ കയ്യിൽ തന്നേക്കണം. 10 ലെറ്റേഴ്സ്. ഓക്കെ, നമുക്ക് ഫോം ചെയ്യേണ്ടത് 4 ലെറ്റർ കോഡുകളാണ്. 4 ലെറ്റർ കോഡ് ആകുമ്പോൾ 4 ബോക്സ് വരയ്ക്കാം. ഫോം ചെയ്യേണ്ടത് 4 ലെറ്റർ കോഡാണ്. ഓക്കെ, ഇഫ് നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റഡ്, അതായത് കോഡാണ്, ഇപ്പൊ 2 കോഡ് ഒരേപോലെ ഇരിക്കാൻ പാടില്ല. അപ്പം എന്താണ്? റെപ്പിറ്റീഷൻ ഓഫ് ദ എന്താണ് ലെറ്റേഴ്സ് അലൗഡ് അല്ല. നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ എന്താണ് 10 ലെറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ 10 ലെറ്ററിൽ ഏത് ലെറ്റർ വേണമെങ്കിലും എനിക്ക് ഇവിടെ കൊടുക്കാം. ഓൾറെഡി കൊടുത്ത ലെറ്റർ ഞാൻ വീണ്ടും കൊടുക്കാൻ പാടില്ല. ശരിയാണല്ലോ? കാരണം റെപ്പിറ്റീഷൻ അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ട് ചോദ്യത്തിൽ. അപ്പൊ ബാക്കിയുള്ള 9 ലെറ്റേഴ്സിൽ ഏത് വേണമെങ്കിലും എനിക്ക് ഇവിടെ കൊടുക്കാം. ബാക്കിയുള്ള 8 ലെറ്റേഴ്സിൽ ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാം. ബാക്കിയുള്ള 7 ലെറ്റേഴ്സിൽ ഏത് ലെറ്റർ വേണമെങ്കിലും എനിക്ക് ഇവിടെ കൊടുക്കാം. ആക്ച്വലി നമ്മളിവിടെ ചെയ്യുന്നത് പെർമ്യൂട്ടേഷൻ തന്നെയാണ്. ഓക്കെ, അതായത് 10 ലെറ്റേഴ്സിൽ 4 ലെറ്റേഴ്സിനെ വെച്ച് കോഡ് ഉണ്ടാക്കുന്നു. 4 ലെറ്റേഴ്സ് മാത്രം അറേഞ്ച്മെന്റിന് നമ്മൾ വിധേയമാക്കുന്നു. അതായത് 10p4 എന്ന സംഗതിയാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. പെർമ്യൂട്ടേഷൻ നമുക്ക് വീണ്ടും പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതേപോലെ ബോക്സ് വരച്ച് പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു ഐഡിയ മാത്രം മതി നമുക്കത് ചെയ്യാൻ. എന്താണ് അപ്പൊ ടോട്ടലി എത്ര വേസിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 7 into 8 into 9 into 10 വേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 ലെറ്റർ കോഡുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, പറഞ്ഞേ. സോ 7 into 98 72 into 10 720 വരും. ഈ 7 14 4 ശിഷ്ടം 1 7 49 1 5040 വരും ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? 5040 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ലെറ്റേഴ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരാണ്ട് നമുക്ക് 5040 എണ്ണം ഉണ്ടാക്കാനായിട്ട് പറ്റും. അതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 4ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. How many 5-digit telephone numbers can be constructed using the digits from 0 to 9 if each numbers start with 67 and no digit appears more than once എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഫോം ചെയ്യേണ്ടത് 5 ഡിജിറ്റ് ഉള്ള ഒരു ടെലിഫോൺ നമ്പർ ആണ്. അപ്പോഴേ ഞാൻ എന്ത് ചെയ്തു? 5 ബോക്സ് വരച്ചു. ഓക്കെ, 5 ഡിജിറ്റ് ടെലിഫോൺ നമ്പർ 1 2 3 4 5 ബോക്സ് വരച്ചു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ യൂസ് ചെയ്യുന്നത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ്. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ്. 0 മുതൽ 9 വരെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 മുതൽ 9 വരെ 9 ഡിജിറ്റുകളാണ്. 0 മുതൽ 9 വരെ 10 ഡിജിറ്റുകളുണ്ട്. ഓക്കെ, ശരിയല്ലേ? 10 ഡിജിറ്റുകളുണ്ട്. 1 മുതൽ 9 വരെയാണ് 9 ഡിജിറ്റുകൾ. 0 മുതൽ 9 വരെ 10 ഡിജിറ്റുകളുണ്ട്. 0 കൂടെ ചേരുമ്പോൾ 10 ഡിജിറ്റായി. അപ്പൊ എന്റെ 10 ഡിജിറ്റുകളുണ്ട്. ഓക്കെ, ആ 10 ഡിജിറ്റുകൾ ഉപയോഗിച്ച് എനിക്ക് എത്ര 5 ഡിജിറ്റ് മൊബൈൽ നമ്പർ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം. പക്ഷെ അവരൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. എന്താണ്? ആ എല്ലാ ടെലിഫോൺ നമ്പേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് 69-ലായിരിക്കണം. അപ്പൊ ഈ 6ഉം 7ഉം ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. ഇതെന്താണ്? ഫിക്സഡ് ആണ്. അവിടെ ഇനി അറേഞ്ച്മെന്റ് ഇല്ല. അവിടെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. അത് 6ഉം 7ഉം ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. ആൻഡ് നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് എന്നാണ് പറയുന്നത്.
ഓക്കെ, അതായത് ഓൾറെഡി 6 7 നമ്മൾ ഉപയോഗിച്ചു, അതിനി വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അതായത് നമ്മുടെ കയ്യിൽ 10 ഡിജിറ്റ്സ് ഉള്ളതിൽ 2 ഡിജിറ്റുകൾ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു. ബാക്കി എൻ്റെ കയ്യിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 8 ഡിജിറ്റുകൾ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ശരിയല്ലേ? 10 ഡിജിറ്റുകൾ ഉള്ളതിൽ 2 ഡിജിറ്റുകൾ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി എൻ്റെ കയ്യിൽ 8 ഡിജിറ്റുകൾ ഉണ്ട്. ആ 8 ഡിജിറ്റിലെ ഏത് ഡിജിറ്റ് വേണമെങ്കിലും എനിക്ക് ഈ ഒരു പ്ലേസിൽ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത സാധനം വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബാക്കിയുള്ള 7 ഡിജിറ്റുകളിൽ ഏത് വേണമെങ്കിലും എനിക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ബാക്കിയുള്ള 6 ഡിജിറ്റുകളിൽ എനിക്ക് ഏത് വേണമെങ്കിലും ഇവിടെ ചൂസ് ചെയ്യാം. ഫിക്സ് ചെയ്ത് നിർത്തിയ സാധനം നമ്മൾ തൊടാനേ പോകണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടലി 6 × 7 × 8 വേസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ശരിയല്ലേ? എത്ര 5 ഡിജിറ്റ് ടെലിഫോൺ നമ്പേഴ്സ് ഉണ്ടാക്കാം? 6 × 7 × 8 5 ഡിജിറ്റ് ടെലിഫോൺ നമ്പേഴ്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ 6 7 42 ഗുണം 8 ഈരട്ട് 16 6 ശിഷ്ടം 1 4 8 32 1 33 336 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. നമ്മൾ ഒരു ഓൾറെഡി ഉപയോഗിച്ച ഡിജിറ്റ് വീണ്ടും വരാത്ത രീതിയിൽ എനിക്ക് എത്ര ടെലിഫോൺ നമ്പേഴ്സ് ഉണ്ടാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 336 ടെലിഫോൺ നമ്പേഴ്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത് 5ാമത്തെ ചോദ്യം നോക്കോളൂ. എ കോയിൻ ഈസ് ടോസ്ഡ് 3 times and the outcomes are recorded. How many possible outcomes are there എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നമുക്കറിയാം ആദ്യത്തെ പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ 2 ഔട്ട്കംസിന്റെ പോസിബിലിറ്റി ഉണ്ട്. ഫോളോഡ് ബൈ, മൾട്ടിപ്ലൈഡ് ബൈ. അറിയാലോ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ദ റൂൾ ഓഫ് പ്രോഡക്റ്റ്. രണ്ടാമത്തെ പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴും രണ്ട് പോസിബിൾ ഔട്ട്കംസ്, ഒന്നില്ലെങ്കിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. മൂന്നാമത്തെ പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴും 2 പോസിബിൾ ഔട്ട്കംസ്. അങ്ങനെ ടോട്ടലി 2³ 8 പോസിബിൾ ഔട്ട്കംസ് ആണുള്ളത്. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ഓക്കെ, ഹൗ മെനി പോസിബിൾ ഔട്ട്കംസ് ആർ ദയർ എന്നുള്ളതാണ് ചോദ്യം. ഒരു കോയിൻ നമ്മൾ 3 പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്? ഓക്കെ, നമുക്കറിയാം അതിനൊരു ഇക്വേഷൻ നമ്മൾ 2n എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഒരു കോയിൻ n ടൈംസ് ടോസ് ചെയ്താൽ 2n പോസിബിൾ ഔട്ട്കംസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ടൈംസ് ആണെങ്കിൽ 2³ 8 വരും. 4 ടൈംസ് ആണെങ്കിൽ 2⁴ 16 വരും. 10 പ്രാവശ്യം ടോസ് ചെയ്താൽ 1024 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. 2⁻10 1024. 9 പ്രാവശ്യം ടോസ് ചെയ്താൽ 512 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. 2�9 512. ഓക്കെ, 6ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഗിവൺ 5 ഫ്ലാഗ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്, വ്യത്യസ്തമായ കളറുകളുള്ള 5 ഫ്ലാഗുകൾ, 5 കൊടികൾ നമ്മുടെ കയ്യിൽ തരികയാണ്. ഹൗ മെനി ഡിഫറെന്റ് സിഗ്നൽസ് ക്യാൻ ബി ജനറേറ്റഡ് ഇഫ് ഈച്ച് സിഗ്നൽ റിക്വയർസ് ദ യൂസ് ഓഫ് 2 ഫ്ലാഗ്സ്. ഓരോ സിഗ്നലിനും നമുക്ക് 2 ഫ്ലാഗുകളുടെ ഉപയോഗം വേണം. 1 ബിലോ ദ അതർ. അതായത് നോക്കണേ, എൻ്റെ കയ്യിൽ 5 ഫ്ലാഗുകളുണ്ട്. 2 ഫ്ലാഗുകൾ 1 ബിലോ ദ അതർ എന്ന രീതിയിൽ നമ്മൾ ഓർഡർ ചെയ്താൽ, അറേഞ്ച് ചെയ്താൽ അതൊരു സിഗ്നൽ ആയിട്ട് എനിക്ക് പരിഗണിക്കാം, കൺസിഡർ ചെയ്യാം. അതായത് ഒരു ഫ്ലാഗ്, അതിന്റെ താഴെ മറ്റൊരു ഫ്ലാഗ്, ഈ രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 ബിലോ ദ അതർ എന്ന രീതിയിൽ 2 ഫ്ലാഗുകൾ, വ്യത്യസ്തമായ കളറുകളുള്ള, കാരണം ഒരേ കളറുള്ള 2 ഫ്ലാഗ് എടുത്ത് വെച്ചാൽ അത് സിഗ്നൽ ആവത്തില്ല. വ്യത്യസ്തമായ കളറുകളുള്ള 2 ഫ്ലാഗുകൾ അറേഞ്ച് ചെയ്താൽ എനിക്ക് അതൊരു സിഗ്നൽ ആകും. ശരിയല്ലേ? സോ എന്താണ്, 2 ഫ്ലാഗുകളുള്ള എത്ര സിഗ്നൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ മുകളിലത്തെ ഫ്ലാഗിന് എനിക്ക് 5 ഡിഫറെന്റ് കളേഴ്സിലെ ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ അവിടെ ചൂസ് ചെയ്ത കളർ താഴെ ഉപയോഗിക്കരുത്. ശരിയല്ലേ? എങ്കിലേ എനിക്ക് ഡിഫറെന്റ് സിഗ്നൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സെയിം സിഗ്നൽ അല്ല. എന്താണ്, അതായത് ഒരു സിഗ്നൽ ആവണമെങ്കിൽ 2 കളർ വരണം, അല്ലെ? ഈച്ച് സിഗ്നൽ റിക്വസ്റ്റ് ദ യൂസ് ഓഫ് 2 ഫ്ലാഗ്. ഓരോ സിഗ്നലും 2 ഫ്ലാഗിന്റെ എങ്കിലും ഉപയോഗമുണ്ട്. അപ്പൊ എന്താണ്, ഒരു ഫ്ലാഗ് ഞാൻ അവിടെ പ്ലേസ് ചെയ്തു, അതേ ഫ്ലാഗ് തന്നെ താഴെ വരാൻ പാടില്ല. റെപ്പിറ്റേഷൻ ഇസ് നോട്ട് അലൗഡ്. ബാക്കിയുള്ള 4 ഫ്ലാഗിൽ ഏത് ഫ്ലാഗ് വേണമെങ്കിലും എനിക്ക് ഇവിടെ പോകും. അങ്ങനെയാണെങ്കിൽ ടോട്ടലി 5 × 4 20 സിഗ്നൽസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓപ്ഷൻ സി. എത്ര സിഗ്നലുകളാണ്? 20 സിഗ്നൽസ് എനിക്ക് ആ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാം. ഹൗ മെനി സച്ച് സിഗ്നൽസ് ക്യാൻ ബി ജനറേറ്റഡ്? അത്തരത്തിലുള്ള എത്ര സിഗ്നലുകൾ എനിക്ക് ഉണ്ടാക്കാം?
20 സിഗ്നലുകൾ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ഐഡിയയിലേക്ക് കടക്കുകയാണ്. നമ്മൾ പെർമ്യൂട്ടേഷനെ കുറിച്ച് ആധികാരികമായിട്ട് ചർച്ച ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കണം? ഫാക്ടോറിയലിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും. ഓക്കെ, എന്താണ് ഫാക്ടോറിയൽ അല്ലെങ്കിൽ ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ, എൻ ഫാക്ടോറിയലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് that is n into n minus 1 into n minus 2 into n minus 3 etc. into 2 into 1 അല്ലെങ്കിൽ 3 into 2 into 1 etc. into 3 into 2 into 1. ഇതാണ് എൻ ഫാക്ടോറിയലിന്റെ ഡെഫിനേഷൻ. ചുരുക്കി പറഞ്ഞ എത്രേ ഉള്ളൂ, ഒന്ന് കുറച്ച് ഗുണിച്ചു പോവുക എന്നതാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഉദാഹരണം 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, 5 into 5ൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, n minus 1, 4 into 5ൽ നിന്ന് 2 കുറയ്ക്കുക, 3 into, ഓക്കെ, അടുത്ത എന്ത് വരും, 2 into 1. ഇതിന്റെ ആൻസർ എനിക്ക് 120 കിട്ടും. ശരിയാണല്ലോ? സോ ഇങ്ങനെയാണ് 5 ഫാക്ടോറിയൽ എടുക്കുക. ഓക്കെ, 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 into 3 into 2 into 1. ശരിയല്ലേ? ആൻസർ എന്ത് വരും? 24 വരും. ക്ലിയർ ആണല്ലോ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാക്ടോറിയൽ എടുക്കുക. ഓക്കെ, ഇനി ഇതിന്റെ വേറൊരു ഐഡിയ നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പോ 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 into 5 into 4 into 3 into 2 into 1 ആണ്. ഇതാണ് 6 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഈ കാണുന്ന 5 into 4 into 3 into 2 into 1 പകരം നമുക്കിനി എന്ത് കൊടുക്കാം? 5 ഫാക്ടോറിയൽ കൊടുക്കാം. ശരിയല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു 6 into 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 6 ഫാക്ടോറിയലിനെ നമുക്ക് വേണമെങ്കിൽ 6 into 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 6 into 5 into 4 ഫാക്ടോറിയൽ എന്ന് വേണമെങ്കിലും എഴുതാം. 6 into 5 into 4 into 3 ഫാക്ടോറിയൽ എന്ന് വേണമെങ്കിലും എഴുതാം. അതായത് n ഫാക്ടോറിയലിനെ നമുക്ക് വേണമെങ്കിൽ n into n minus 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതായത് ആ രണ്ടാമത്തെ സംഖ്യയുടെ അവിടെ ഫാക്ടോറിയൽ ഇട്ട് നിർത്താം. അല്ലെങ്കിൽ n into n minus 1 into n minus 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ശരിയല്ലേ? അതായത് ഒന്ന് കുറച്ച് ഗുണിച്ചു പോകുന്ന സമയത്ത് ഏത് സംഖ്യയുടെ അവിടെ വെച്ച് വേണമെങ്കിലും എനിക്ക് ഫാക്ടോറിയൽ നൊട്ടേഷൻ ഇട്ട് നിർത്താം എന്നർത്ഥം. ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മളൊന്ന് എടുത്തു പറയുന്നത്, ഇങ്ങനെ എഴുതാം എന്ന് പറയാൻ ഒരു കാരണം ഉണ്ടല്ലോ. എന്താണ് ആ കാരണം? അതിലേക്കാണ് നമ്മൾ വരുന്നത്. നോക്കിക്കോ, ഇങ്ങനെ എഴുതുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ വരികയാണ്, 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ എന്നൊരു സാധനം എന്റെ കൺമുന്നിലേക്ക് വരികയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, 8 ഫാക്ടോറിയലിനെ 8 into 7 into ബാക്കി വരുന്ന 6 into 5 into 4 into 3 into 2 into 1 പകരം എനിക്ക് വേണമെങ്കിൽ 6 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എന്ത് നിപ്പുണ്ട്? ഒരു 6 ഫാക്ടോറിയൽ നിപ്പുണ്ട്. അപ്പൊ ആ 6 ഫാക്ടോറിയലും 6 ഫാക്ടോറിയലും വെട്ടാം. ബാക്കി 8 into 7 ആണ് നമ്മുടെ ആൻസർ വരിക. അല്ലെ? 7 8 56. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം ഒരു സിമ്പിൾ ആയിട്ട് വേറെ സാധനം പറയുമ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ ആണെങ്കിൽ 10 ഫാക്ടോറിയലിനെ 10 into 9 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഒരു 9 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പൊ ആ 9 ഫാക്ടോറിയലും 9 ഫാക്ടോറിയലും കട്ട് ചെയ്താൽ ആൻസർ എന്തായി? 10 ആയി നമ്മുടെ ആൻസർ. കിട്ടിയോ? അപ്പൊ ഇത് ഓർമ്മയിൽ ഉണ്ടാവണം. ഇതിനെയാണ് നമ്മൾ ഫാക്ടോറിയൽ ഐഡിയ അല്ലെങ്കിൽ ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്നൊക്കെ പറയുന്നത്. ഇനി എന്താണ് പെർമ്യൂട്ടേഷൻ? ഓക്കെ, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതൊരു അറേഞ്ച്മെന്റ് ആണ്. എന്താണ് അറേഞ്ച്മെന്റ്? എപ്പോഴും ആലോചിക്കുക, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. പെർമ്യൂട്ടേഷനെ കുറിച്ചും പഠിക്കാനുണ്ട്, കോമ്പിനേഷനെ കുറിച്ചും പഠിക്കാനുണ്ട്. അതിൽ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ആണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് അറേഞ്ച്മെന്റ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത് സെലക്ഷൻ ആണ്. ഇത് ആദ്യമേ തന്നെ പഠിക്കാം. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് അറേഞ്ച്മെന്റ് ആണ്.
കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെലക്ഷൻ ആണ്. പെർമ്യൂട്ടേഷൻ ഈസ് ആൻ അറേഞ്ച്മെന്റ്, കോമ്പിനേഷൻ ഈസ് ദ സെലക്ഷൻ. ഓക്കെ, ഇനി എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് എ ഡെഫിനിറ്റ് ഓർഡർ ഓഫ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ സം ഓർ ഓൾ അറ്റ് എ ടൈം. അതായത് മൊത്തം എന്റെ കയ്യിൽ n ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഒരു p ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ഒരു r നമ്പർ ഓഫ് ആൾക്കാരെ ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ NPR എന്ന് നൊട്ടേറ്റ് ചെയ്യും. NPR. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഒരു ബെഞ്ചിൽ 10 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക. ഒരു ബെഞ്ചിൽ എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികളുണ്ട്. ആ 10 കുട്ടികളെ നമ്മൾ ആ 10 കുട്ടികളിലെ 5 കുട്ടികളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുത്താണ്, അറേഞ്ച് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ 10P5 എന്ന് വിളിക്കും. ഓക്കെ, 10 കുട്ടികളെ നമ്മൾ 5 കുട്ടികളെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അതിനെ നമ്മൾ 10P5 എന്ന് വിളിക്കും. അത് 5 പേരെ മാത്രമേ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ, ഒരു NPR രൂപത്തിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. NPRന്റെ ഫോർമുല n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. NPR എന്ന് പറഞ്ഞാൽ എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കെ, ഐഡിയ കിട്ടിയോ? ഒരു ബെഞ്ചിൽ ഒരു 10 കുട്ടികൾ ഇരിപ്പുണ്ട്. ആ 10 കുട്ടികളിലെ 5 കുട്ടികളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തു പറഞ്ഞാൽ മാറ്റിയിരുത്തുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുത്തി 5 കുട്ടികളെ. 10 പേരിൽ നിന്ന് 5 പേരെ അറേഞ്ച് ചെയ്യാനുള്ള വഴികളുടെ എണ്ണം, അതാണ് 10P5 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? 10P5 എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത മക്കളെ, ദാറ്റ് ഈസ് 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 5 ഫാക്ടോറിയൽ. ശരിയാണല്ലോ? ഈ NPRൽ എന്നിനെ നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കും, ആറിനെ നമ്മൾ സഫിക്സ് എന്ന് വിളിക്കും. ഓക്കെ, 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ. സോ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. പറഞ്ഞേ, 10 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഫാക്ടോറിയലിനെ നമുക്ക് 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ശരിയല്ലേ? ഒന്നുകൂടെ നോക്കിയോണേ. 10 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ശരിയാണല്ലോ? കാരണം ആ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 കൂടെ നമുക്ക് എഴുതാം. പക്ഷെ അത് 5 ഫാക്ടോറിയൽ ഇട്ട് നിർത്താം. കാരണം എന്താ? താഴെ എന്തുണ്ട്? ഒരു 5 ഫാക്ടോറിയൽ ഉണ്ട്. 5 ഫാക്ടോറിയൽ നമുക്ക് ചെയ്യാം. സോ ബാക്കി നിൽക്കുന്ന ആൾക്കാരെ ഗുണിച്ചെടുക്കുന്നതാണ് നമ്മുടെ ആൻസർ. ശരിയാണല്ലോ? ബാക്കി വരുന്ന ആൻസർ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6. ഇത് ചെയ്യുന്നത് എന്താണോ അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഇതേ സാധനം തന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്. എന്താണ്? ദ റൂൾ ഓഫ് പ്രോഡക്റ്റ്. അതായത് എനിക്ക് 10 കുട്ടികൾ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ അന്നേരം നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചിരുന്നു. സെയിം സാധനം തന്നെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അറേഞ്ച് ചെയ്യുന്ന എല്ലാ ചോദ്യവും, അറേഞ്ച്മെന്റ് ചെയ്യുന്ന എല്ലാ ചോദ്യവും പെർമ്യൂട്ടേഷൻ ആണ്. നോക്കണേ, എന്റെ കയ്യിൽ 10 കുട്ടികൾ ഒരു ബെഞ്ചിൽ ഇരിപ്പുണ്ട്. അതിലെ 5 കുട്ടികളെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ 5 കുട്ടികളെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ 5 ബോക്സ് വരയ്ക്കും. ഓക്കെ, 5 കുട്ടികളെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ 5 ബോക്സ് വരയ്ക്കും. അതിനകത്ത് മൊത്തം 10 കുട്ടികളുണ്ട്. അതിനകത്ത് ആ 10 കുട്ടികളിലെ ഏത് കുട്ടിയെ വേണമെങ്കിലും എനിക്ക് ഇവിടെ ഇരുത്താം. ഓൾറെഡി ഇരുത്തിയ കുട്ടിയെ തന്നെ എടുത്ത് ഇപ്പുറത്ത് ഇടാൻ പറ്റില്ലല്ലോ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇരുത്താണ്. അപ്പൊ ബാക്കി നിൽക്കുന്ന 9 കുട്ടികളെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ബാക്കി നിൽക്കുന്ന 8 കുട്ടികളെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. അതിലൊരാളെ, ബാക്കി നിൽക്കുന്ന 7 പേരിൽ ഒരാളെ ഇവിടെ പ്ലേസ് ചെയ്തു. ബാക്കി നിൽക്കുന്ന 6 പേരിൽ ഒരാളെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് പ്രോഡക്റ്റ്, ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ക്യാൻ ബി 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഇൻറ്റു 10. അതേ സെയിം സാധനം തന്നെയാണ് ഇത്. ശരിയല്ലേ? അതൊരു ഫോർമുലയൊക്കെ വെച്ച് പെർമ്യൂട്ടേഷൻ പേര് കൊടുത്ത് പറയുന്നു എന്ന് മാത്രം. നോക്കണേ, അതായത് 10 പേര് ഇരിക്കുന്ന സ്ഥലത്ത് ഇനിയിപ്പം ഈ ഫാക്ടോറിയലിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്തോണം. 0 ഫാക്ടോറിയൽ ഈസ് ഡിഫൈൻഡ് ആസ് 1. 0 ഫാക്ടോറിയലിനെ നിർവചിക്കുന്നത് ഒന്നായിട്ടാണ്. 0 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 എന്ന് പറയുന്നതല്ല അതിന്റെ ശരി. 0 ഫാക്ടോറിയൽ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നായിട്ടാണ്.
ഓക്കെ, 5 ഫാക്ടോറിയൽ 120 എന്ന് പറയുന്നത് പോലെ 0 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം 0 ഫാക്ടോറിയൽ ഈസ് ഡിഫൈൻഡ് ആസ് 1. 5 ഫാക്ടോറിയൽ 120 ചെയ്ത് കിട്ടുന്ന കണക്കിനെ കിട്ടുന്നതല്ല 0 ഫാക്ടോറിയൽ 1 എന്നുള്ളത്. അത് നിർവചിക്കപ്പെട്ടതാണ്. 0 കൊണ്ടൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്ത് ഉത്തരം 1 കിട്ടുന്നത് ഫാക്ടോറിയൽ മാത്രമാണ്. 0 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 0 ആയി പോകും. 0 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം അനന്തത, ഇൻഫിനിറ്റി ഓർ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയേണ്ടി വരും. പക്ഷെ 0ക്ക് ഫാക്ടോറിയൽ എടുത്താൽ എനിക്ക് ഉത്തരം 1 കിട്ടും. ഓക്കെ, സോ അതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഏതെങ്കിലും ഒരു സംഖ്യന്റെ പവറിൽ 0 എടുത്താലും ഉത്തരം 1 കിട്ടും. അത് 0ന്റെ പ്രത്യേകതകളാണ്. ഡയറക്ട്ലി 0ക്കകത്ത് ഒരു ഓപ്പറേഷൻ ചെയ്ത് 1 കിട്ടണമെങ്കിൽ അത് ഫാക്ടോറിയൽ ആണ്. 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ് കേട്ടോ. നോട്ട് ചെയ്തോളൂ, 0 ഫാക്ടോറിയൽ 1 ആണ്. ഇനി എന്റെ കയ്യിൽ ഒരു ബെഞ്ചിൽ 10 കുട്ടികളുണ്ട്. ആ 10 കുട്ടികളിലെ 5 കുട്ടികളെ അറേഞ്ച് ചെയ്യുന്ന, മാറ്റി മാറ്റി ഇരുത്തുന്ന കഥയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി ആ 10 കുട്ടികളിലെ 10 കുട്ടികളെയും ഞാൻ അറേഞ്ച് ചെയ്യുകയാണെങ്കിലോ, 10 കുട്ടികൾ എന്റെ കയ്യിലുള്ളതിൽ 10 കുട്ടികളെയും ഞാൻ അറേഞ്ച് ചെയ്യുകയാണെങ്കിലോ, 10 പേരിൽ 10 പേരെയും, ദാറ്റ് ഈസ് 10C10 ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്തേ. 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 10 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, സോ 10 ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ എന്ന് വരും. 0 ഫാക്ടോറിയൽ 1 ആണ്. ഇപ്പൊ ആൻസർ എന്തായി? 10 ഫാക്ടോറിയൽ ആയി. ഇപ്പൊ ജനറലൈസ് ചെയ്ത് പറയാം, മുഴുവൻ ആൾക്കാരെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് n ആൾക്കാരുണ്ട്. ആ n ആൾക്കാരെയും നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് n ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. ഒരു ഐഡിയ ആണ്, പഠിച്ചു വെച്ചോളൂ. 10 കുട്ടികൾ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. 10 പേരെയും അറേഞ്ച് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുത്തണം. അത് 10 ഫാക്ടോറിയൽ വേസിൽ എനിക്ക് ചെയ്യാൻ പറ്റും. 5 പേരെ ആവുമ്പോഴാണ് നമ്മൾ 10p5 എടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒരു 6 പേരെ ആണെങ്കിൽ 10p6 എടുക്കേണ്ടി വരും. 4 പേരെ ആണെങ്കിൽ 10p4 എടുക്കേണ്ടി വരും. 10 പേരുള്ളതിൽ 10 പേരെയും നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 10p10 അഥവാ ഡയറക്ട്ലി യു ക്യാൻ ടേക്ക് 10 ഫാക്ടോറിയൽ. നേരിട്ട് നമ്മൾ എന്തെടുത്താൽ മതി? 10 ഫാക്ടോറിയൽ എടുത്താൽ മതി. ഐഡിയ പിടികിട്ടിയോ? ഐഡിയ പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് n ഒബ്ജക്ട്സ് തന്നെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അപ്പം npn ആണ് നമുക്ക് വരിക. npn ഈസ് ഓൾവേസ് n ഫാക്ടോറിയൽ. പഠിച്ചു വെച്ചോളൂ. n ഒബ്ജക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ n ആൾക്കാരെയും അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ n ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. n ഒബ്ജക്ട്സിൽ നിന്ന് ഒരു p ഒബ്ജക്ട്സിനെ മാത്രമേ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുള്ളൂ. 10 പേരിൽ നിന്ന് 5 പേരെ, 4 പേരെ, 3 പേരെ, 6 പേരെ, 7 പേരെ, 8 പേരെ, ഇഷ്ടമുള്ളത്രയും അവരെ മാത്രമേ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുള്ളെങ്കിൽ അത് n ആൾക്കാരെയും നമ്മളൊരു 6 ആൾക്കാരെ, 6 അല്ല 6, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 6, npr, അത്രയും ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കെ, ഇപ്പൊ സെലക്ടിങ് r അറ്റ് എ ടൈം, സെലക്ടിങ് ഓൾ അറ്റ് എ ടൈം, രണ്ട് കേസും പറഞ്ഞു. ഇനി അതൊന്ന് എഴുതി വെക്കാം സെപ്പറേറ്റ് ആയിട്ട്. പെർമ്യൂട്ടേഷൻ ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം ആണെങ്കിൽ n ഫാക്ടോറിയൽ. പെർമ്യൂട്ടേഷൻ ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം ആണെങ്കിൽ n ഫാക്ടോറിയൽ. അത് വന്ന കഥ പിടികിട്ടിയല്ലോ. ടേക്കൺ ഓൾ അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് നമ്മൾ എന്താണ് n ആൾക്കാരെ തന്നെ എടുത്തു, ദാറ്റ് ഈസ് npn. ശരിയല്ലേ? npn എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് n ഫാക്ടോറിയൽ, n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. സോ ദ ആൻസർ വിൽ ബിക്കം n ഫാക്ടോറിയൽ. ശരിയല്ലേ? ഇനി ടേക്കൺ r അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ ആ r എല്ലായ്പ്പോഴും എന്നിനേക്കാൾ 10 ആൾക്കാരിൽ നിന്ന് 15 ആൾക്കാരെ എടുത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെ ശ്രദ്ധിച്ചോണേ. r എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്പോഴും എന്തായിരിക്കും? n ആയിരിക്കും. 10 ആൾക്കാരിൽ നിന്ന് 10 പേരെ അറേഞ്ച് ചെയ്യുന്നതാണ് പരമാവധി. പിന്നെ 9 പേര്, 8 പേര്, അങ്ങനെ കുറഞ്ഞേ വരുള്ളൂ. സോ r ലെസ് ദാൻ n ആയിരിക്കും. അറ്റ് എ ടൈം ആണെങ്കിൽ npr-ന്റെ ഫോർമുല ഉപയോഗിക്കുക, ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഇനി all at a time, but first kind of objects repeats p1 times, second kind of objects repeats p2 times, third kind of object repeats p3 times and etc. ആണെങ്കിൽ ആ n ഫാക്ടോറിയൽ ബൈ p1 ഫാക്ടോറിയൽ, p2 ഫാക്ടോറിയൽ അങ്ങനെ പോകും. അതായത് ഒരു ഉദാഹരണം പറയാം. എന്റെ പേര് ശരത് എന്നാണ്. എന്റെ പേര് SARATH. എന്റെ ഈ പേര് ഉപയോഗിച്ചുകൊണ്ട്
എനിക്ക് എത്ര അറേഞ്ച്മെന്റ് ഉണ്ടാക്കാം, എത്ര വ്യത്യസ്തമായ വേർഡ്സ് ഉണ്ടാക്കാം, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തുകൊണ്ട് എത്ര വ്യത്യസ്തമായ വേർഡ്സ് ഉണ്ടാക്കാം. അത് ഈ മൂന്നാമത്തെ ടൈപ്പിൽ വരുന്നതാണ്. ടേക്കൺ ഓൾ അറ്റ് എ ടൈം, എല്ലാ ലെറ്റേഴ്സും എനിക്ക് ഉപയോഗിക്കണം. അപ്പൊ എന്താണ് 1 2 3 1 2 3 4 5 6 ലെറ്റേഴ്സ് എനിക്ക് ഉപയോഗിക്കണം. അപ്പൊ 6 ഫാക്ടോറിയൽ മുകളിൽ വരും. ഇനി റിപ്പീറ്റ് ചെയ്ത് വരുന്നവരെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, നോക്ക്, എ 2 പ്രാവശ്യം വരുന്നുണ്ട്, ശരിയാണല്ലോ. സോ ഫസ്റ്റ് കൈൻഡ് ഓഫ് ഒബ്ജക്ട്സ് റിപ്പീറ്റ്സ് P1 ടൈംസ്, എ 2 പ്രാവശ്യം, അപ്പം 2 ഫാക്ടോറിയൽ താഴെ വരും. ഇനി വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ടി 2 പ്രാവശ്യം ഉണ്ടെന്ന് വെച്ചോളൂ, അപ്പൊ അല്ലെങ്കിൽ ടി 3 പ്രാവശ്യം ഉണ്ടെന്ന് വെച്ചോളൂ, അപ്പൊ ഒരു 3 ഫാക്ടോറിയൽ കൂടെ വരും. എച്ച് 4 പ്രാവശ്യം ഉണ്ടെന്ന് വെച്ചോളൂ, അപ്പൊ ഒരു 4 ഫാക്ടോറിയൽ വരും. അതാണ് ഇവിടുത്തെ ഐഡിയ. പിടികിട്ടിയോ? ഇപ്പൊ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റൂടാ? 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 into 5 ഫാക്ടോറിയൽ 120 ആണ്, ഡിവൈഡഡ് ബൈ 2 വരും. 3 into 120 360 വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും, ശരിയല്ലേ? സോ അതേപോലെ നിങ്ങളുടെ പേരിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടുള്ള വിത്ത് ഓർ വിത്തൗട്ട് മീനിങ്, എത്ര വ്യത്യസ്തമായിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാക്കാം, എത്ര ലെറ്റേഴ്സ്, എത്ര കോമ്പിനേഷൻസ് എത്ര അറേഞ്ച് ചെയ്ത് എത്ര വേർഡ്സ് ഉണ്ടാക്കാം, വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് എത്ര വേർഡ്സ് ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ചുമ്മാ കണ്ടുപിടിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി 1-2 സ്പെഷ്യൽ കേസസ് കൂടെ പറയാം. നെക്സ്റ്റ് വൺ ഈസ് സർക്കുലർ പെർമ്യൂട്ടേഷൻ. അതായത് കുറച്ച് ആൾക്കാരെ നമ്മൾ ഒരു സർക്കിളിൽ ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെർമ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സർക്കുലർ പെർമ്യൂട്ടേഷൻ. അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഒരു n ആൾക്കാർ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ n ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു n ആൾക്കാര് ഒരു സർക്കിളിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഒരു സർക്കുലർ ടേബിൾ, സാധാരണ നിങ്ങൾ ഒരു ചില സ്ഥലത്തെങ്കിലും കോൺഫറൻസ് ഹാള് സർക്കുലർ ആയിരിക്കും, അല്ലെ? ഒരു മെയിൻ ആളുണ്ടാവും, ബാക്കിയുള്ളത് ഒരു സർക്കിളിലായിരിക്കും ഇരിക്കുക. മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ മീറ്റിംഗ്, അങ്ങനെയുള്ള പല സംഭവങ്ങളിലും ഒരു സർക്കുലർ കോൺഫറൻസ് ഹാളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു n ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവിടെ സർക്കിളിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ എത്ര അറേഞ്ച്മെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ n-1 ഫാക്ടോറിയൽ വേസിലാണ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സർക്കിളിലാണ് ഇരിക്കുന്നതെങ്കിൽ n ആൾക്കാർ ഒരു ബെഞ്ചിൽ നിരന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ n ഫാക്ടോറിയൽ വേസിൽ എനിക്ക് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇവര് സർക്കിളിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് n-1 ഫാക്ടോറിയൽ വേസിലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ സർക്കുലർ പെർമ്യൂട്ടേഷൻ. ഓക്കെ, ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് n പേഴ്സൺസ് ഓൺ എ റൗണ്ട് ടേബിൾ ഈസ് n-1 ഫാക്ടോറിയൽ. ഒരു റൗണ്ട് ടേബിളിൽ നമ്മൾ n ആൾക്കാരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n-1 ഫാക്ടോറിയൽ വേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ മാല, നെക്ലസ്, അതിന്റെയൊക്കെ കേസ് ആണെങ്കിൽ അതിനകത്ത് നെക്ലസിൽ മുത്തുകൾ ഉണ്ടാവും, ബീഡ്സ് ഉണ്ടാവും, ശരിയല്ലേ? അത് അറേഞ്ച് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ദാറ്റ്സ് ഒബ്വിയസ്ലി സർക്കുലർ, പക്ഷെ അത് രണ്ട് സൈഡിൽ നിന്ന് നോക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതായത് ഇപ്പം പച്ച, നീല, കറുപ്പ്, പച്ചയിൽ നിന്ന് നോക്കി തുടങ്ങുന്ന പോലെ അവിടെ നിങ്ങൾ നോക്കുമ്പോഴും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും രണ്ടും രണ്ടാണ്, ശരിയല്ലേ? പക്ഷെ സർക്കുലർ അറേഞ്ച്മെന്റിന്റെ പ്രത്യേകത നമ്മൾ ടോപ്പ് വ്യൂ മാത്രമേ ഉള്ളൂ. നമ്മൾ കസേരയുടെ താഴെ ചെന്നിട്ട് നമ്മൾ മണ്ടക്കോട്ട് നോക്കി എണ്ണില്ലല്ലോ, നമ്മൾ ഒറ്റ സൈഡിൽ നിന്നുള്ള വ്യൂ മാത്രമേ ഉള്ളൂ. അതാണ് n-1 ഫാക്ടോറിയൽ. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനാണ് കുറെ കൂടെ കാര്യങ്ങൾ പറയേണ്ടി വരും. തൽക്കാലം അതിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഇതിന്റെ ഒരു ഐഡിയ മാത്രം മതി. ഓക്കെ, പിന്നെ നെക്ലസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നെക്ലസിൽ അല്ലെങ്കിൽ ഗാർലൻഡിലൊക്കെ ബീഡ്സ് അറേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ചോദ്യമാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് നോക്കാം എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതായത് സർക്കുലർ ആണ്, ഒബ്വിയസ്ലി ദർ ഇസ് n-1 ഫാക്ടോറിയൽ, ബട്ട് ബൈ 2 ആണ് എന്ത് വരിക, ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് വരിക. അതും കൂടെ പഠിച്ചു വെച്ചോളൂ. ഓക്കെ, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് n പേഴ്സൺസ് ഓൺ റൗണ്ട് ടേബിൾ. ഒരു റൗണ്ട് ടേബിളിൽ n പേഴ്സൺസിനെ അറേഞ്ച് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് n-1 ഫാക്ടോറിയലും അറേഞ്ച്മെന്റ് ഓഫ് ബീഡ്സ് അറൗണ്ട് എ
ഗാർലൻഡ് അല്ലെങ്കിൽ നെക്ലേസ് എന്ന് പറയുന്നത് n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 സോ ദാറ്റ്സ് എ സ്പെഷ്യൽ കേസ്. അത് മുൻപ് എക്സാമിന് ചോദിച്ച സംഗതിയാണ് കേട്ടോ. സോ അടുത്ത ഒരു പോയിന്റ് നോട്ട് ചെയ്തോളൂ. The number of ways in which m plus n different things can be divided into two groups which contain m and n things respectively എന്ന് പറഞ്ഞാൽ, അതായത് m plus n different things രണ്ട് ഗ്രൂപ്പ്സ്, അത് m ആൻഡ് n തിങ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ m plus n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ. ഓക്കെ, അതായത് മൊത്തം എൻ്റെ 15 തിങ്സ് ഉണ്ട്. അത് ഞാൻ 10ഉം 5ഉമായിട്ട് എന്താണ് രണ്ട് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ 10 plus 5 എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ ആ ഒരു അറേഞ്ച്മെന്റ് എത്ര രീതിയിൽ നടത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര വേസിൽ നടത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ഗ്രൂപ്പിൽ 10 തിങ്സും രണ്ടാമത്തെ ഗ്രൂപ്പിൽ 5 തിങ്സും മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ 15 തിങ്സും ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ 15 ഫാക്ടോറിയൽ ബൈ 10 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ, അതായത് 15 ഫാക്ടോറിയൽ ബൈ 10 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ വേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പിനേഷന്റെ ബേസിക്സ് നോക്കാം. കോമ്പിനേഷൻ പെർമ്യൂട്ടേഷനോടൊപ്പം തന്നെ പെർമ്യൂട്ടേഷന്റെ തിയററ്റിക്കൽ സൈഡ് നമ്മൾ കടന്നുപോയി. അതിനോടൊപ്പം തന്നെ കോമ്പിനേഷന്റെ തിയററ്റിക്കൽ സൈഡും കൂടെ പഠിക്കണം. കാരണം ഒരു ലിങ്ക്ഡ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ആൻഡ് മോർ ഹെൽപ്ഫുൾ. ഓക്കെ, പെർമ്യൂട്ടേഷനോട് ചേർന്ന് തന്നെ കോമ്പിനേഷനും പഠിക്കാം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറേഞ്ച്മെന്റ് അല്ല, സെലക്ഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ആദ്യമേ ഇത് നേരത്തെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മളത് പറഞ്ഞായിരുന്നോ? യെസ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ആണ്, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ആണ്. നോക്കണേ, ദ സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് വിത്ത് ഔട്ട് കൺസിഡറിങ് ഇറ്റ്സ് ഓർഡർ, അതായത് ഓർഡർ കൺസിഡർ ചെയ്യാണ്ട് ഒബ്ജക്റ്റുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് കൺസിഡറിങ് ദ ഓർഡർ വി ആർ സെലക്ടിങ് ദ ഒബ്ജക്ട്സ്, ദാറ്റ്സ് വാട്ട്സ് കോൾഡ് കോമ്പിനേഷൻ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ, ഓർഡർ പരിഗണിക്കാണ്ട് നമ്മൾ ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ബേസിക്കലി കോമ്പിനേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് മനസ്സിലേക്ക് വരണം? സെലക്ഷൻ എന്നുള്ള കാര്യം മനസ്സിലേക്ക് വരണം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ ആണ്. ഓക്കെ, നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു ബെഞ്ചിൽ 10 പേരുണ്ട്. സ്ഥിരം പറയുന്ന എക്സാമ്പിൾ, മുമ്പേ പറഞ്ഞു വന്ന എക്സാമ്പിൾ ആയതുകൊണ്ട് അതിൽ തന്നെ പിടിച്ച് ബാക്കി പറയാം. ഒരു ബെഞ്ചിൽ 10 പേരുണ്ട്. അതിൽ 5 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തിരുത്തുകയാണെങ്കിൽ ദാറ്റ്സ് കമ്മിങ് അണ്ടർ പെർമ്യൂട്ടേഷൻ, ബിക്കോസ് ഇറ്റ്സ് ആൻ അറേഞ്ച്മെന്റ്. ആ 10 പേരിൽ നിന്നും നമ്മൾ ഒരു 5 പേരെ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇങ്ങോട്ട് വാട മക്കളെ, സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വെച്ചു. എന്തിനാണ്? ഒരു NCC ഗ്രൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ക്രിക്കറ്റ് കളിക്കാനായിട്ട് എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ഒരു 10 പേര് ഇരിക്കുന്നതിൽ ഒരു 5 പേരെ വേണം. അങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക. അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിരുത്തല്ല, സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി എടുത്തു, സെലക്ട് ചെയ്തു. ഓക്കെ, മറ്റേത് അറേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. സംഭവം പിടിയിട്ടുന്നുണ്ടോ? ഇത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തു. അപ്പൊ സെലക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ കോമ്പിനേഷൻ, അറേഞ്ച് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ പെർമ്യൂട്ടേഷൻ. കത്തണം, ഇത് അന്നേരം കത്തണം. ഈ ഒരു ഐഡിയ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്റർ ത്രൂ ഔട്ട്. ദ ലോജിക് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. സ്റ്റെപ്സ് വളരെ കുറവായിരിക്കും. ലോജിക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് വരും. അതാണ് പഠിക്കുമ്പോഴേ അതിന്റെ ലോജിക്കൽ വശം പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഓർക്കണേ, അതായത് 10 പേരിൽ നിന്നും ഒരു 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് കമ്മിങ് അണ്ടർ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് 10C5. എത്ര വേസിൽ എനിക്ക് 10 കുട്ടികളുണ്ട്, അതിൽ 5 കുട്ടികളെ എത്ര വേസിൽ സെലക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 10C5 വേസിൽ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് മൊത്തം n ഒബ്ജക്ട്സ് ഉണ്ട്. അതിൽ നിന്ന് 6 ഒബ്ജക്ട്സിനെ എനിക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. n ഒബ്ജക്ട്സിൽ നിന്ന് 6 ഒബ്ജക്ട്സിനെ എനിക്ക് സെലക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക.
സോ എൻ സി ആർ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ബൈ, നോക്കണം മക്കളെ, എൻ സി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. ഫോർമുല പഠിച്ചോളൂ. എൻ സി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് പറയുന്നതാണ് എൻ സി ആർ. അതായത് n ആൾക്കാരിൽ നിന്നും r ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ, സോ അത് വെച്ചിട്ട് ഇതൊന്ന് പറഞ്ഞേ. 10C5 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 10 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 5 ഫാക്ടോറിയൽ. ഓക്കെ, 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. ശരിയാണല്ലോ? സോ ഇത് ചെയ്ത് നോക്കുക. 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു ഒരു 5 ഫാക്ടോറിയൽ കട്ട് ചെയ്യാം, വേറൊരു 5 ഫാക്ടോറിയലോട് കൂടെ ഉണ്ട്, അത് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആക്കാം. ഓക്കെ, ഇനി അത് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് വരാം. 5ഉം 10ഉം തമ്മിൽ കട്ട് ചെയ്താൽ 2 വരും, 4ഉം 8ഉം തമ്മിൽ കട്ട് ചെയ്താൽ 2 വരും, 3ഉം 6ഉം തമ്മിൽ കട്ട് ചെയ്താൽ 2 വരും, 2ഉം 2ഉം തമ്മിൽ കട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു, ബാക്കി ഉണ്ടാവുന്നത് 9 18 ഇൻറ്റു 2 ഇൻറ്റു 7 വരും. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 7. സോ ദിസ് ഈസ് ഈക്വൽ ടു 6 7 42ന് 2 ശിഷ്ടം 4, 3 7 21 4 25. ഓക്കെ, 252 വരും നമ്മുടെ ഫൈനൽ ആൻസർ. സോ അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, ദ കോമ്പിനേഷൻ ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം എന്ന് പറയുന്നത് 1 ആണ്. ടേക്കൺ r അറ്റ് എ ടൈം എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ശ്രദ്ധിക്കണേ, ടേക്കൺ ഓൾ അറ്റ് എ ടൈം. ആലോചിക്കുക, 10 കുട്ടികൾ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു, അവർ 10 പേരെയും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരൊറ്റ വഴിയല്ലേ? 9 പേരെ സെലക്ട് ചെയ്യുമ്പോൾ വഴികളുടെ എണ്ണം മാറി. ആദ്യം ഇരിക്കുന്ന 9 പേരെ എടുക്കാം, ഇപ്പുറത്തുനിന്ന് 9 പേരെ എടുക്കാം, അത് ലെഫ്റ്റിലത്തെ ആളെ മാറ്റി ബാക്കി 9 പേരെ എടുക്കാം, റൈറ്റിലിരിക്കുന്ന ആളെ മാറ്റി ബാക്കി 9 പേരെ എടുക്കാം. ശരിയല്ലേ? അപ്പൊ അവിടെ വഴികൾ വരികയാണ്. 6 പേരെ എടുക്കാനാണെങ്കിൽ വീണ്ടും കുറെ വഴികൾ ഉണ്ടാവും. ശരിയല്ലേ? 10 പേരിൽ നിന്നും 10 പേരെ അറേഞ്ച് ചെയ്യാനാണെങ്കിൽ 10 ഫാക്ടോറിയൽ വേസ്. 10 പേരിൽ നിന്നും 10 പേരെയും ഇങ്ങ് സെലക്ട് ചെയ്യാനാണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കിട്ടിയോ? അപ്പൊ n ആൾക്കാരിൽ നിന്നും n ആൾക്കാരെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അത് അവിടെ നിന്ന് മനസ്സിലായി. NCN 1 ആണെന്ന് മനസ്സിലായി. അപ്പൊ മൊത്തം ഒരു n ആൾക്കാർ ഇരിക്കുന്നതിൽ ആ n ആൾക്കാരെയും മുഴുവൻ ആൾക്കാരെയും നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ NPN ആണ്. ഓക്കെ, പെർമ്യൂട്ടേഷൻ ആണ് അറേഞ്ച്മെന്റ്, അത് n ഫാക്ടോറിയൽ ആണ്. ഓക്കെ, അതായത് ഒരു 10 പേര് ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ ആ 10 പേരെ എനിക്ക് 10 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ആ 10 പേരെ എനിക്ക് ഒറ്റ രീതിയിലെ 10 പേരിൽ 10 പേരെയും ഒറ്റ രീതിയിലെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? 9 പേരെ 8 പേരെ 6 പേരെ അങ്ങനെയൊക്കെ സെലക്ഷൻ ചെയ്യുകയാണെങ്കിൽ വേസ് മാറിക്കൊണ്ടിരിക്കും. മുഴുവൻ ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ ഒറ്റ രീതിയിലേ പറ്റുള്ളൂ. ശരിയാണല്ലോ? സോ ഒരു n ആൾക്കാരിൽ നിന്ന് 6 ആൾക്കാരെയാണ് എടുക്കുന്നതെങ്കിൽ NCR n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ഐഡിയ സെറ്റ് ആണോ നോക്കണേ. ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കുകയും ചെയ്തു. ശരിയല്ലേ? നമ്മൾ 10C5 നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയും ചെയ്തു. അപ്പൊ ആ കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നും ഇല്ല. ഐഡിയ ഓക്കെ ആണോ? യെസ്. സോ ഇതിന്റെ കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാം. പ്രോപ്പർട്ടീസ്. NCRും NPRും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ. നോക്കണേ, ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം NCR എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു
എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ശരിയാണല്ലോ. എൻ സി ആർ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇതിനകത്ത് ഈ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്താണെന്ന് നമുക്കറിയാം. എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അത് എൻ പി ആർ ആണ് ബൈ ആർ ഫാക്ടോറിയൽ. ഓക്കെ, ഇപ്പൊ എന്ത് കിട്ടി? എൻ സി ആർ ഇസ് ഈക്വൽ ടു എൻ പി ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. ആർ ഫാക്ടോറിയൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. എന്താണ് വരിക? ആർ ഫാക്ടോറിയൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എന്താണ് വരിക? എൻ പി ആർ ഇസ് ഈക്വൽ ടു ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ. ഇതാണ് കേട്ടോ കറക്റ്റ് റിലേഷൻ. ഇതിനകത്ത് എഴുതിയത് തിരിഞ്ഞു പോയിട്ടുണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ പി ആർ ഈക്വൽ ടു ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ ആണ് കേട്ടോ. എൻ പി ആർ ഈക്വൽ ടു എൻ പി ആർ ഇസ് ഈക്വൽ ടു ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ. എൻ പി ആർ ഇസ് ഈക്വൽ ടു ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി ആർ. The permutation of R objects from N objects taken R at a time, NPR is equal to R factorial into NCR. ഇത് ഇമ്പോർട്ടൻസ് സാധനമാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല, എൻ പി ആറും തരും എൻ സി ആറും തരും, എന്നിട്ട് ആറ് കണ്ടുപിടിക്കാൻ പറയും. എൻ പി ആറും എൻ സി ആറും ഉണ്ടെങ്കിൽ നമുക്ക് ആർ ഫാക്ടോറിയൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ആർ ഫാക്ടോറിയൽ കിട്ടിക്കഴിഞ്ഞാൽ ഏത് നമ്പർ ഓപ്ഷനിലുള്ള ഏത് നമ്പർ ഫാക്ടോറിയൽ എടുക്കുമ്പോഴാണ് അത് കിട്ടുന്നത് നോക്കിയാൽ നമുക്ക് ആറ് കിട്ടും. അത് കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പ്രാധാന്യാർഹിതമായ ഒരു പ്രോപ്പർട്ടിയാണ് എൻ സി ആർ എന്ന് പറയുന്നത്. എൻ സി എൻ മൈനസ് ആർ ആണ്. എൻ സി ആർ എന്താണ്? എൻ സി എൻ മൈനസ് ആർ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണത്. ഇതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് 10C8 വേണം. ഓക്കെ, അതിനു മുമ്പ് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ഞാൻ പറയാം. ഷോർട്ട് കട്ട് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഷോർട്ട് കട്ട്സ് ടു ഫൈൻഡ് എൻ പി ആർ ആൻഡ് എൻ സി ആർ. നമ്മൾ ഈ ഫാക്ടോറിയൽ ഒന്നും എഴുതാണ്ട് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് 5P2 കണ്ടുപിടിക്കണമെങ്കിൽ നോക്കണേ, ഞാൻ പ്രിഫിക്സിൽ നിന്ന് തുടങ്ങണം, എന്നിട്ട് ഒന്ന് കുറച്ച് ഗുണിച്ചു പോകണം. അങ്ങനെ എത്ര നമ്പേഴ്സ് എഴുതണം എന്ന് തീരുമാനിക്കുന്നത് സഫിക്സ് ആണ്. സഫിക്സ് 2 ആണ്. അപ്പൊ 2 നമ്പേഴ്സ് എഴുതിയാൽ മതി. പ്രിഫിക്സിൽ നിന്ന് തുടങ്ങി അടുത്ത 5 into 4, ഇപ്പൊ 2 നമ്പേഴ്സ് ആയി. നിർത്തിക്കോ, പരിപാടി നിർത്തിക്കോ. I4 20 കിട്ടിയോ? സോ ഇപ്പൊ ഉദാഹരണം 5P3 ആയിരുന്നെങ്കിൽ ഞാൻ പ്രിഫിക്സിൽ നിന്ന് തുടങ്ങി 5 into ഒന്ന് കുറച്ച് ഗുണിച്ചു പോവാം. 5 into 4 into 3 നിർത്തണം. 3 നമ്പേഴ്സ് ആയി. ശരിയല്ലേ? സോ I4 20 ഗുണം 3, ആൻസർ എന്തായി? 60. ഇങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട്. കിട്ടിയോ? ഇപ്പൊ 10P 3 ആണെങ്കിൽ എന്ത് വരും? 10 into 9 into 8, 720 വരും ആൻസർ. ശരിയല്ലേ? ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട്. ഇനി കോമ്പിനേഷൻ എടുക്കുന്ന ഷോർട്ട് കട്ട് നോക്കിക്കോളൂ. ഇപ്പം 5C2 ആണ് എന്ന് വിചാരിക്കാം. ഒരു ഫ്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷനിൽ ചെയ്യുന്ന അതേ സംഭവം തന്നെയാണ്. 5 തുടങ്ങുക into 4. ഓക്കെ, പ്രിഫിക്സ് 2 നമ്പർ ആണ്, പ്രിഫിക്സ് 2 ആണ്. അപ്പൊ 2 നമ്പേഴ്സ് വേണം. ഇനി 1ൽ നിന്ന് തുടങ്ങി മൾട്ടിപ്ലൈ ചെയ്ത് സഫിക്സിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഡിനോമിനേറ്ററിൽ വരേണ്ട സാധനം അതാണ്. അതായത് 1 into 2 ഡിനോമിനേറ്ററിൽ വരും. അതായത് ഇത് കട്ട് ചെയ്തെടുത്താൽ 2 വരും, 5 10 വരും ആൻസർ. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ 10C3 ആണെങ്കിൽ ഒരു ഫ്രാക്ഷൻ താഴെ വരേണ്ടത് 1ൽ നിന്ന് തുടങ്ങി 1 കൂട്ടി ഗുണിക്കുക. എവിടെ വരെ? ഈ നമ്പർ വരെ, അതായത് സഫിക്സിലുള്ള നമ്പർ വരെ. സോ 1 into 2 into 3. ന്യൂമറേറ്ററിൽ നമ്മൾ ഈ പ്രിഫിക്സിൽ നിന്ന് തുടങ്ങി 1 കുറച്ച് ഗുണിക്കുക. താഴെ 3 നമ്പർ ഉണ്ട്, മുകളിലും 3 നമ്പേഴ്സ് ആണ് വരേണ്ടത്. സോ 10 into എന്താണ് വരിക? 10 into 9 into 8. ക്ലിയർ ആണല്ലോ? സോ 3ഉം 9ഉം തമ്മിൽ കട്ട് ചെയ്താൽ 3 വരും. 2ഉം 4ഉം തമ്മിൽ കട്ട് ചെയ്താൽ 2ഉം 8ഉം തമ്മിൽ കട്ട് ചെയ്താൽ 4 വരും. ആൻസർ 120 വരും. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻ എടുക്കുന്ന ട്രിക്ക്.
ഐഡിയ പിടികിട്ടിയോ? ഒരു 10C2 കൂടെ ഒന്ന് ചെയ്തേ. 10C2 എന്ന് പറഞ്ഞാൽ താഴെ 1 into 2 വരും, മുകളിൽ 10 into 9 വരും. ഓക്കെ, കട്ട് ചെയ്തെടുത്താൽ 5 വരും, 95, 45 വരും ആൻസർ. 10C2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45. ഇങ്ങനെയാണ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഷോർട്ട് കട്ട് പഠിച്ചു. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ ഷോർട്ട് കട്ട് പ്രകാരം 10C8 നമ്മൾ എഴുതണമെങ്കിൽ താഴെ ഞാൻ 1 into 2, 2 into 3 into 4 into 5 into 6 into 7 into 8 വരെ താഴെ എഴുതണം. മുകളിൽ നിന്ന് ഞാൻ 10 into 9 into 8 into പോയി അങ്ങനെ 8 നമ്പേഴ്സ് മുകളിൽ എഴുതണം. എന്നിട്ട് അത് ചെയ്യണം. അത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? NCR എന്ന് പറയുന്നത് NCN-R ആണ്. 10C8 എന്ന് പറയുന്നത് 10C10-8 ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് 10C2 ആക്കാം. പിടികിട്ടിയോ? 10C2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? താഴെ 1 into 2 വരും, മുകളിൽ 10 into 9 വരും. 2 10 കട്ട് ചെയ്താൽ 5 വരും, 95, 45 വരും നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ നോക്കണേ? 10C8 നമുക്ക് ആൻസർ എത്രയാണ് വരിക? 45 ആണ് ആൻസർ കിട്ടുക. പക്ഷെ ഇവിടെ ഓർക്കേണ്ടത് ഈ 10C8 തന്നെയാണ് 10C2 എന്ന് ഓർക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. NCR തന്നെയാണ് NCN-R എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ഇതിന്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുന്ന എല്ലായിടത്തും കയറി അപ്ലൈ ചെയ്യാന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 10C2 കിട്ടി എനിക്ക് എക്സാമിന്, ഉടനെ ഇവിടെ കയറി 10C10-2 എടുത്ത് അത് 10C8 ആക്കരുത്. അതായത് ചെറിയ സാധനം തിരിച്ച് വലുതിലോട്ട് മാറ്റാൻ വേണ്ടി ഈ ഇക്വേഷൻ ഉപയോഗിക്കരുത്. വലുത് കിട്ടുമ്പോൾ ചെറുതിലേക്ക് മാറ്റി എളുപ്പം ചെയ്യാൻ ഉപയോഗിക്കണം. ഓക്കെ, ലാഭം ഉണ്ടാവണം ചെയ്യുമ്പോൾ. പിടികിട്ടിയോ? കാണുന്ന എല്ലായിടത്തും കയറി ഇത് ഉപയോഗിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാം. ഇപ്പൊ 10C4 ആണെങ്കിൽ 10C6 ആണെങ്കിൽ എനിക്ക് ഇവിടെ 6 വരെ എഴുതേണ്ടി വരും. ഇത് മാറ്റി 10C10-6 4 എഴുതിയാൽ ഇത് രണ്ടും സെയിം ആണ്. എനിക്ക് 4 പേര് എഴുതിയാൽ മതി. അപ്പൊ ഇതല്ലേ ലാഭം? ലാഭത്തിന് വേണ്ടി മാറ്റണം, തിരിച്ച് നഷ്ടത്തിന് വേണ്ടി മാറ്റാൻ പോകരുത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻസ് വെരി വെരി ഹെൽപ്ഫുൾ. അതായത് 100C98 ഇങ്ങനെ ഒരു സാധനം നമ്മൾ എക്സാമിന് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ താഴെ 98 നമ്പർ എഴുതുമോ? 1 into 2 into 3 into എന്ന് പറഞ്ഞ്? ഇല്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? യെസ് പറഞ്ഞേ. ഇതിനെ 100C9 NCR ഈക്വൽ ടു NCN-R വെച്ച് ഇത് കൺവേർട്ട് ചെയ്യും. ദാറ്റ്സ് ഈക്വൽ ടു 100C2 എന്ന് വരും അല്ലെ? 100-98 എന്ന് പറഞ്ഞാൽ 2 ആണ്. 100C2 ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, മുകളില് 100 into 99 താഴെ 1 into 2 വരും. ഓക്കെ, സോ ആൻസർ എന്താണ് വരിക? കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 50 വരും. 95, 45, 5 ശിഷ്ടം 4, 95, 45, 4, 49, 4950 വരും നമ്മുടെ ആൻസർ. ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു ഐഡിയ ആണ്, പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. NCR എന്ന് പറയുന്നത് എന്താണ്? NCN-R ആണ്. നെക്സ്റ്റ് വൺ, ഇത് ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യമാണ്. NCR പ്ലസ് NCR-1 ഈക്വൽ ടു N+1 CR എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, NCR പ്ലസ് NCR ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. NCR പ്ലസ് NCR-1 എന്ന് പറഞ്ഞാൽ N+1 CR ആണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം 5C2 പ്ലസ് 5C3 എന്ന് എടുക്കാം. 5C3 പ്ലസ് 5C2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ഇത് ലുക്സ് ലൈക്ക് എന്താണ്? NCR പ്ലസ് NCR-1 ശരിയാണല്ലോ? NCR പ്ലസ് NCR-1 ഫോർമാറ്റ് അല്ലേ? അപ്പം ഇത് N+1 CR. N+1 എന്ന് പറഞ്ഞാൽ 5+1 C3 ആയിരിക്കും. അതായത് 6C3 ആയിരിക്കും ഇതിന്റെ ആൻസർ. 6C3 ഇങ്ങനെ മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ എക്സാമിന് ഇത് ചോദിക്കുകയാണെങ്കിൽ 5C3 പ്ലസ് 5C2 എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ
6C3 എന്ന് എഴുതാൻ നമുക്ക് പറ്റണം. അപ്പൊ അതിന് ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഐഡിയ ഓക്കെ ആണോ? ഇനി യൂസ്ഫുൾ ആവുന്ന കുറച്ചുകൂടെ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തോളൂ. നിങ്ങൾ എക്സാമിന് ഇങ്ങനെ വരുന്ന കേസുകളിലൊന്നും അങ്ങനെ ഡിറൈവ് ചെയ്യാനോ ഒന്നും പോകണ്ട. ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. NC0 വന്നു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ ഏത് നമ്പർ ആയിക്കോട്ടെ, 5C0, 6C0, 7C0, 8C0 എന്തും ആയിക്കോട്ടെ. അപ്പൊ NC0 വന്നാൽ അതിന്റെ ആൻസർ 1 ആണ് എന്നുള്ളത് ഓർക്കണം. NCN വന്നു കഴിഞ്ഞാൽ അത് 1 ആണെന്നുള്ളത് ഓർക്കണം. പിന്നെ NCR NCN-R ആണെന്നുള്ളത് ഓർക്കണം. ഇതും കൂടെ ഒക്കെ ഒന്ന് എക്സ്ട്രാ ഓർത്ത് വെച്ചോളൂ കേട്ടോ. NC0 1 ആണ്. NCN എന്ന് പറയുന്നത് 1 ആണ്. NC1 എന്ന് പറയുന്നത് N ആണ്. NC1 എന്ന് പറയുന്നത് N ആണ്. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ ലാഭമാണ്. കുറെ സമയത്തൊക്കെ നമുക്ക് ഇപ്പൊ 5C1 5 നേരിട്ട് എഴുതാം. 10C1 10. NC1 എന്ന് പറയുമ്പോൾ എന്നിന്റെ പ്ലേസിൽ ഏത് നമ്പർ വന്നാലും ഇത് ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ്. എന്നിന്റെ പ്ലേസിൽ ഏത് പോസിറ്റീവ് സംഖ്യ വന്നാലും ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പിനേഷനിൽ നിന്നുള്ള കുറച്ച് MCQs നോക്കാം. സോ എനിക്ക് തോന്നുന്നു വീഡിയോയുടെ ഡ്യൂറേഷൻ ഏകദേശം ഒരു 1 hour ആയിട്ടുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ച് കോമ്പിനേഷനിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണെങ്കിൽ വീണ്ടും ഒരു അരമണിക്കൂറിന് മേളിൽ വീഡിയോ ഡ്യൂറേഷൻ പോകും. അതായത് 1.5 മണിക്കൂറിന്റെ മേളിലേക്ക് പോകും. അപ്പൊ നമുക്ക് കോമ്പിനേഷനിൽ നിന്നുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് വരാം. ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തോളൂ. NPR ഇത് ഒരുപാട് പ്രാവശ്യം എക്സാമിന് കഴിഞ്ഞ ഒരു എക്സാമിന് ഇത് മാത്രമാണ് ഇവിടുന്ന് ചോദിച്ചത്. അതായത് NPR തരും, NCR തരും, R ഫാക്ടോറിയൽ കണ്ടുപിടിക്കും. R ഫാക്ടോറിയൽ ഒരു പക്ഷേ 24 120 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. 24 ആണെങ്കിൽ ആറിന്റെ വാല്യൂ 4 ആണെന്ന് പറയാം. R ഫാക്ടോറിയൽ 120 ആണെങ്കിൽ ആറിന്റെ വാല്യൂ 5 ആണെന്ന് പറയാം. അപ്പോൾ എന്താണ്, ഒരു 6 7 വരെയെങ്കിലും ഫാക്ടോറിയൽസ് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. കുറെ കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കോമ്പിനേഷനിൽ നിന്നുള്ള MCQs ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.